ഹായ് ഫ്രണ്ട്സ്, ഇന്നിതാ നമുക്ക് അടിപൊളി പത്തിരി ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് തേങ്ങയും പത്തിരിപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകവും ചെറുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് കയ്യിൽ പരത്തിയെടുക്കുന്ന പത്തിരി. എന്നിട്ട് എണ്ണയിൽ പരക്കുക. ഇങ്ങനെ കട്ടിപ്പത്തിരി മോഡൽ ഉണ്ടാക്കലുണ്ട്, ഇങ്ങനെ അടിച്ചുട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ ആ പത്തിരി ഉണ്ടാക്കും. നെയ്പത്തിരിൻ്റെ ടേസ്റ്റാണ് ഇതിന്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ബീഫ് ഉണ്ടാകും, ചിക്കൻ ഉണ്ടാവും, അപ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമായിട്ടത്. അപ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ച മാവ് നല്ലോണം മയത്തിൽ കൊഴിക്കുക, അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇതിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഒന്നായിട്ടൊരു മയമായിട്ട് വരും. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് ഒരു വാഴൻ്റെ ഇല അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും എടുത്താൽ നമുക്ക് അതിൽ വെച്ചിട്ട് പരത്താം. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക. ഇത് കറി കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റ് കേട്ടോ, അല്ലാതെ തിന്നാൻ നല്ല രസമുണ്ട്. ഒരു പത്തിരിയൊക്കെ പൊരിച്ചെടുത്തതിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യണം കേട്ടോ എന്തായാലും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മഴ ആയപ്പോൾ നമ്മളെ കുട്ടീസിനൊക്കെ പരിപാടികൾ കടലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി തിന്നു. അതിനിടയിൽ ഞാൻ വിളിച്ചിരുത്തിയതാ, നല്ല കറിയും പത്തിരിയൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം കടി ഇതായിരുന്നു. അപ്പോൾ ബൈ ബൈ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വെറുതെ പറയല്ല കേട്ടോ, കറി കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.